ഓരോരുത്തരുടെ പ്രശ്നം, കടുത്ത സാമ്പത്തിക പ്രശ്നം, അവഹേളനം. ഒരു ട്രെയിനിങ് കടന്നുപോയാൽ ഈ മനുഷ്യവിടെ കാണത്തില്ലായിരുന്നു. ഓരോ മനുഷ്യന്റെ ഉള്ളിലും എപ്പോഴും ഒരു ആത്മഹത്യയുടെ ചിന്ത എപ്പോഴും പോയിക്കൊണ്ട് നിസ്സഹായമായും തോന്നുമ്പോൾ അവർക്കുണ്ടാകുന്ന എല്ലാ മനുഷ്യന്റെ ഉള്ളിലും അതുണ്ട്. അത് ചില സമയങ്ങളിൽ മാത്രമാണ് അത് ചെയ്തു കളയാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം തോന്നി വീട്ടുകാരോടൊക്കെ പറഞ്ഞു, മക്കളോടും? ഇല്ല, എല്ലാവരും ഞങ്ങള് ഒറ്റയ്ക്ക് യാത്രയാകാൻ ആലോചിച്ചുള്ളൂ. ഒറ്റക്ക് തന്നെ. കൂടെ ആരും കൂട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എൻ്റെ വൈഫ് സ്കൂളിൽ ചെറിയ ജോലി ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അവള് സ്കൂളിൽ പോയി, എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോയി. മോനെന്താ ചെയ്യുന്നേ? മോനൊന്ന് മൈക്ക് കൊടുത്ത്. മോനിപ്പോ എന്റെ കൂടെ തന്നെയാണ്, ബിസിനസ്സാണ് ഞാനിപ്പം ചെയ്യുന്നത്. കൂടെ തന്നെയാണ്. ഓക്കെ. മോനെന്താ ബിസിനസ് എന്താ ചെയ്യുന്നത്? ഡിജിറ്റൽ ബാങ്കിങ്. ജീവിച്ചു പോകാൻ പറ്റുമോ? അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കുവോ? എടുക്കാനായിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുനരധിവാസമാണ്. കൃത്യമായിട്ടൊരു വ്യക്തിക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ആരൊക്കെയാണോ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരാണ് ഇനിയും കൂടുതൽ ഇവിടെ ഉണ്ടാവേണ്ടത്. അല്ലാതെ സംസാരത്തിൽ മാത്രം പുനരധിവാസം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ ഒരു മേഖലയിലാണ് ഫോക്കസ് ചെയ്തത്. അതിനുശേഷം കുറച്ച് സംരംഭങ്ങളൊക്കെ ആരംഭിച്ചു, പലതും പരാജയപ്പെട്ടു. താങ്കൾ ഓക്കെയാണോ? ഇപ്പം ഞാൻ 100% കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുന്നു. കൃത്യമായിട്ടും കണ്ണൂർ ജില്ലയിൽ ഒരുപാട് ആളുകൾ മരണത്തിന് താല്പര്യം കാണിക്കുന്ന ആൾക്കാരെ മരണത്തെ പിന്തിരിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.